മിഷൻ ബേലൂർ മഖ്ന തൽക്കാലം ഉപേക്ഷിച്ചു. ആനയെ ഇന്ന് മയക്കുവെടി വെക്കില്ല. അതേസമയം ആനയെ മയക്കുവെടി വെക്കണമെന്നാവശ്യമായി സ്ഥലത്ത് നാട്ടുകാരുടെ പ്രതിഷേധം. വനംവകുപ്പിന്റെ വാഹനം നാട്ടുകാർ തടഞ്ഞു. വിവരങ്ങളുമായി ലതീഷ് ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. ലതീഷ്, വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം ഇപ്പോൾ നാട്ടുകാരുടെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ്, സ്വാഭാവികമായും വനംവകുപ്പ് ഇന്ന് വൈകുന്നേരത്തിന് ശേഷം ആന, ഈ ബേലൂർ മഖ്ന എന്ന് പറയുന്ന മോഴയാന കർണാടക അതിർത്തിയിലുള്ള ഉൾവനത്തിലേക്ക് പോയ ഒരു സാഹചര്യത്തിൽ ദൗത്യസംഘത്തിന് വെടിവെക്കാൻ കഴിയില്ല എന്നുള്ളത് നാട്ടുകാരെ അറിയിക്കുകയും ചെയ്തു. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ഈ വലിയ തരത്തിലുള്ളൊരു മുതലെടുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ടോ എന്നുള്ള സൂചനകൾ കൂടി നമുക്ക് പുറത്തു വരുന്നുണ്ട്. നിലവിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം തന്നെയാണ് അവിടെ നടക്കുന്നത്. വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ DFO അടക്കം സ്ഥലത്തെത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നിലവിൽ ഈ വാഹനം തടഞ്ഞു വെച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. എന്താണ് അവിടെ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? ഇപ്പോൾ ഈ മണ്ണുണ്ടി കോളനിയിലാണോ ഇത്തരത്തിലുള്ള പ്രതിഷേധം അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്? സിജു, ഇപ്പോൾ CCFന്റെ പ്രതികരണം വന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പ്രതികരണത്തിലേക്ക് പോകാമെന്ന് തോന്നുന്നു. CCFനെയും DFOയെയും ഇവിടെ തടഞ്ഞു വെച്ചിരുന്നു. അവരിപ്പോൾ എന്താണ് നടന്നതെന്ന് സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ശേഷം മറ്റു കാര്യങ്ങളിലേക്ക് പോകാമെന്ന് തോന്നുന്നു. നിലവിൽ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം. ഇന്ന് ബേലൂർ മഖ്നയെ മയക്കുവെടി വെക്കുന്ന തീരുമാനം ദൗത്യസംഘം ഉപേക്ഷിച്ചിരിക്കുന്നു. ആന കർണാടക അതിർത്തിയിലെ ഉൾവനത്തിലേക്ക് പോയ സാഹചര്യത്തിലാണ് ദൗത്യസംഘം ആ മയക്കുവെടി വെക്കാനുള്ള തീരുമാനം ഉപേക്ഷിക്കുകയും ചെയ്തത്. ഇതിനെ തുടർന്ന് ദൗത്യസംഘം മടങ്ങുന്നതിനിടെയാണ് നാട്ടുകാർ ഫോറസ്റ്റർ, റേഞ്ചർ ഉൾപ്പെടെയുള്ളവരെ തടയുകയും വാഹനത്തിന് മുന്നിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം നടക്കുകയും ചെയ്യുന്നത്. CCF അടക്കം DFO അടക്കം എത്തിയ ശേഷം മാത്രമേ ഇനി ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറുകയുള്ളൂ എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഒരുപക്ഷെ ഈ കാര്യങ്ങളൊക്കെ നാട്ടുകാർക്ക് കൂടി ബോധ്യപ്പെട്ടതാണ്. ആനയെ ഇന്ന് തന്നെ മയക്കുവെടി വെക്കാൻ തന്നെയായിരുന്നു സംസ്ഥാന വനംവകുപ്പിൻ്റെ തീരുമാനം. പക്ഷേ കർണാടക ഉൾവനത്തിലേക്ക് കടന്ന ഒരു സാഹചര്യത്തിൽ ഇന്ന് ഈ വെടിവെക്കുക എന്നുള്ളത് സാധ്യമല്ല എന്നുള്ളത് അറിയാവുന്നതാണ്. പക്ഷേ ഇതിൻ്റെ പേരിൽ, നാട്ടുകാർ എന്ന പേരിൽ വലിയ തരത്തിലുള്ളൊരു മുതലെടുപ്പ് നടക്കുന്നുണ്ടോ എന്ന സംശയം കൂടി ഉയരുന്നുണ്ട്. ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്നും അഞ്ജന കൂടി ചേരുന്നുണ്ട്. അഞ്ജന, ഇന്ന് ഈ ദൗത്യം ദുഷ്കരമാണെന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ദൗത്യസംഘം ഈ ആനയെ വെടിവെക്കുന്ന തീരുമാനത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തത്. സ്വാഭാവികമായുണ്ടായ ഒരു പ്രതിസന്ധിയാണ്. പക്ഷേ ഇതിനെ മുതലെടുക്കുകയാണോ എന്ന തരത്തിലാണ് ആ പ്രതിഷേധം അവിടെ ഉയരുകയും ചെയ്തിരിക്കുന്നത്. എന്താണ് അവിടെ നമുക്ക് ഇപ്പോൾ നൽകാൻ കഴിയുന്ന അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ? സിജു, അതായത് ഇപ്പോഴും ദൗത്യ സംഘത്തെ തടഞ്ഞു വെച്ചുകൊണ്ട് മണ്ണുണ്ടി പ്രദേശത്ത് വനംവകുപ്പിന്റെ വാഹനം തടഞ്ഞുകൊണ്ട് നാട്ടുകാരുടെ പ്രതിഷേധം തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ദൗത്യം നീളുന്നതുമായി ബന്ധപ്പെട്ട ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ അവർ വാഹനം തടഞ്ഞുകൊണ്ട് ശക്തമായ പ്രതിഷേധത്തിലേക്ക് കടക്കുന്നത്. അവർ പറയുന്നതനുസരിച്ച് മണ്ണുണ്ടി പ്രദേശത്ത് നിരവധിയായ ആളുകൾ താമസിക്കുന്ന ജനവാസ മേഖലയാണ്. നിരവധിയായ വീടുകൾ മറ്റുമുള്ള ജനവാസ മേഖലയായതിനാൽ തന്നെ ഈ ഒരു പ്രദേശത്ത് ഇന്ന് വനംവകുപ്പ് കൃത്യമായ രീതിയിലുള്ള നിരീക്ഷണം തുടരണം, അല്ലാതെ ഇത്തരത്തിൽ അവിടെ നിന്ന് മടങ്ങാൻ സമ്മതിക്കില്ല എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രദേശത്ത് പ്രതിഷേധം തുടരുന്നത്. അതോടൊപ്പം തന്നെ അവർ പറയുന്ന മറ്റൊരു കാര്യം എന്തെന്നാൽ 2 ദിവസമായി നീളുന്ന ദൗത്യമാണ്. ഇത്തരത്തിൽ മയക്കുവെടി വെക്കുകയല്ല, കൃത്യമായ രീതിയിൽ ആനയെ കൊല്ലണം എന്ന ആവശ്യം കൂടി ഉന്നയിച്ചുകൊണ്ടാണ്, കൊലയാളി ആനയെ സംരക്ഷിക്കുന്നത് എന്തിനെന്നും ആ ആനയെ കൃത്യമായ രീതിയിൽ വെടിവെച്ച് കൊല്ലണം എന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ കൃത്യമായ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് നാട്ടുകാർ കടക്കുന്നത്. സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു പ്രതിഷേധം അവിടെ എത്തുമ്പോൾ ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് പരിശോധിക്കേണ്ടത് വളരെ അനിവാര്യം തന്നെയാണ്. കാരണം കഴിഞ്ഞ 2 ദിവസമായി ബേലൂർ മഖ്ന ദൗത്യത്തിനു വേണ്ടി കൃത്യമായ ഇടപെടൽ തന്നെയാണ് വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. പക്ഷേ ഈ ഒരു സാഹചര്യം നമ്മൾ മുന്നിൽ കാണേണ്ടതെന്ന് പറയുന്നത്, ഇരുട്ടാകുമ്പോൾ സ്വാഭാവികമായും മയക്കുവെടി വെക്കുന്നതിനുള്ള പ്രശ്നങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ജനവാസ മേഖലയാണ് എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. ഈ ഒരു പ്രദേശത്ത് മയക്കുവെടി വെക്കുന്നത് ഒക്കെ ദുഷ്കരമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയുന്ന വിവരം അനുസരിച്ച് ബാവലിപ്പുഴയുടെ പരിസരത്ത് നിന്നാണ് ഏറ്റവും അവസാനമായി റേഡിയോ കോളറിന്റെ സിഗ്നൽ, ആനയുടെ സിഗ്നൽ നമുക്ക് ലഭിക്കുന്നത്. അതിനുശേഷം ആന എവിടെ പോയി എന്ന് കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഉൾവനത്തിലേക്ക് കടക്കുമ്പോൾ ഇത്തരത്തിൽ സിഗ്നലിൽ ചെറിയ തകരാറുകൾ ഉണ്ടാകുന്നുണ്ട്. അത് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അതിൽ ഒരിക്കലും വനം വകുപ്പിനെ പഴിചാരിയിട്ട് കാര്യമില്ല. പക്ഷേ വനം വകുപ്പ് കൃത്യമായ രീതിയിലുള്ള ഇടപെടൽ നടത്തി ഈ ഒരു പ്രദേശത്ത് നിരീക്ഷണം ശക്തമാക്കിക്കൊണ്ട് തന്നെ ബേലൂർ മഖ്നയെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇന്ന് ഏകദേശം 11:45 കൂടിയാണ് മണ്ണുണ്ടി പ്രദേശത്ത് ആനയുണ്ട് എന്നറിഞ്ഞ് ഈ ഒരു പ്രദേശത്തേക്ക് വനംവകുപ്പ് എത്തിയത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അപ്പോൾ നടത്തിയ തിരച്ചിൽ ഇപ്പോൾ ഈ ഒരു ഓപ്പറേഷൻ ബേലൂർ മഖ്ന ഇന്നത്തേക്ക് ഉപേക്ഷിച്ചു എന്ന രീതിയിലുള്ള ഉത്തരവ് വരുമ്പോഴാണ് അവർ ആ പ്രദേശത്ത് നിന്ന് മടങ്ങാൻ ശ്രമിക്കുന്നത്. പക്ഷെ അപ്പോഴും നാട്ടുകാർ പറയുന്നത് അവിടെ നിന്ന് മടങ്ങരുത്, ഈ ഒരു പ്രദേശത്ത് ഇനിയും ആന വരാനുള്ള സാഹചര്യമുണ്ട് എന്ന അവരുടെ ആശങ്ക മുൻനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അവർ തടഞ്ഞുകൊണ്ട് പ്രദേശത്ത് പ്രതിഷേധം
പ്രതിഷേധം തുടരുന്ന ഒരു സാഹചര്യമുള്ളത്. ഒരിക്കലും ദൗത്യത്തിന് തടസ്സമാകുകയല്ല തങ്ങളുടെ ലക്ഷ്യമെന്നും അതോടൊപ്പം തന്നെ ഈ ഒരു പ്രദേശത്ത് ഇനിയും ആന ഇറങ്ങുന്നത് തങ്ങളുടെ ജീവനും സ്വത്തിനും വലിയ രീതിയിലുള്ള ഭീഷണി ഉണ്ടാക്കുമെന്നും ഇത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രദേശത്ത് കൃത്യമായി നിരീക്ഷണം നടത്തണമെന്നുമാണ് നാട്ടുകാർ ഇപ്പോൾ പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു ആവശ്യം എന്ന് പറയുന്നത്. ഇത് സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു ആവശ്യം തന്നെയാണ്. കാരണം ഇന്നലെയാണ് നമ്മുടെ നാടിനെ ആകെ നടുക്കിക്കൊണ്ട് ഈ ബേലൂർ മഖന എന്ന് പറയുന്ന കൊലയാളിയാന അജീഷിന്റെ ജീവൻ എടുക്കുന്നത്. വളരെ ഞെട്ടലോടുകൂടി തന്നെയാണ് നമ്മൾ എല്ലാവരും ആ ദൃശ്യങ്ങളും മറ്റും കണ്ടത്. ആ ഒരു സംഭവം ഉണ്ടായി മണിക്കൂറുകൾക്കകം തന്നെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കൃത്യമായി തന്നെ ഒരു ദൗത്യ സംഘത്തെ രൂപീകരിച്ചുകൊണ്ട് ബേലൂർ മഖനയെ പിടികൂടുന്നതിന് വേണ്ടി മയക്കുവെടി വെക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളെല്ലാം തന്നെ ആരംഭിച്ചു കഴിഞ്ഞതാണ്. ഇന്നലെയും വൈകിട്ടോടുകൂടിയാണ് ദൗത്യം ഉപേക്ഷിച്ച സാഹചര്യത്തിലേക്ക് എത്തിയത്. കാരണം അത് രാത്രി ആയതിനാൽ തന്നെ മയക്കുവെടി വെക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതോടൊപ്പം തന്നെ ലൊക്കേറ്റ് ചെയ്യുന്നതിലും ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നു. ഇന്നും അത് തന്നെയാണ് സ്വാഭാവികമായും ഉണ്ടാകുന്നത് സിജു. പക്ഷേ അപ്പോഴും ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഏറ്റവും അവസാനം നമുക്ക് സിഗ്നൽ ലഭിച്ചത് പ്രകാരം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ബാവലിപ്പുഴയുടെ തീരത്താണ് ആനയെ ഏറ്റവും അവസാനമായി ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചത്. അതിനുശേഷം ആന എവിടെ പോയി എന്ന് കൃത്യമായി കണ്ടെത്താൻ വനം വകുപ്പിന് സാധിച്ചിട്ടില്ല. അതിന്റെ സിഗ്നലുകളൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. ഈ ബാവലിപ്പുഴ തീരം എന്ന് പറയുന്നത് മൈസൂർ അതിർത്തി പ്രദേശമാണ്. സ്വാഭാവികമായും ബേലൂർ മഖന മൈസൂർ അതിർത്തി കടന്ന് കർണാടക വനമേഖലയിലേക്ക് കടക്കുകയാണെങ്കിൽ ദൗത്യം കേരള വനം വകുപ്പിന് ഉപേക്ഷിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് തന്നെ കടക്കും. കാരണം ഇതൊരു ആവാസ വ്യവസ്ഥ, ആനയുടെയൊക്കെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയുണ്ട്. ഈ ഒരു ആനയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് കർണാടക വനമേഖലയാണ്. ഈ ഒരു ആവാസ വ്യവസ്ഥയിലേക്ക് ബേലൂർ മഖന എത്തുകയാണെങ്കിൽ തങ്ങൾ ഈ ഒരു ദൗത്യവുമായി സഹകരിക്കില്ല, തങ്ങൾ മയക്കുവെടി വെക്കില്ല എന്ന് ഇന്ന് ഉച്ചയോടുകൂടി തന്നെ കർണാടക വനം വകുപ്പ് അറിയിച്ച ഒരു സാഹചര്യമുണ്ട്. സ്വാഭാവികമായും ഇതെല്ലാം കേരളത്തിന്റെ ആശങ്ക കൂടുതൽ സങ്കീർണതയിലേക്ക് കൊണ്ടുപോകുന്നു. പക്ഷെ അപ്പോഴും വനം വകുപ്പ് കൃത്യമായി തന്നെ ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഇത്രയും നേരം നിരീക്ഷണം തുടർന്നു. ഇനിയും രാത്രി വൈകിയും ജനവാസ മേഖല ആയതുകൊണ്ട് തന്നെ രാത്രി വൈകിയും നിരീക്ഷണം തുടരാൻ തയ്യാറാണ്. പക്ഷെ നാട്ടുകാർ പറയുന്നത് DFO സ്ഥലത്തെത്തണം, കൂടുതൽ നിരീക്ഷിക്കാൻ വേണ്ടി ആളുകളെ അവിടെ എത്തിക്കണം, അതോടൊപ്പം തന്നെ കൊലയാളി ആനയെ അവിടെ അപ്പോൾ തന്നെ കൊല്ലണം തുടങ്ങിയ ആവശ്യങ്ങളാണ് നാട്ടുകാർ നിലവിൽ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പ്രദേശത്ത് ഇപ്പോൾ മണ്ണുണ്ടി മേഖലയിൽ പ്രതിഷേധം തുടരുന്നു. പ്രതിഷേധവുമായി ബന്ധപ്പെട്ട ആളുകളുമായി ചർച്ച നടത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് സിജു. അഞ്ജന, ഇപ്പോൾ തന്നെ നമുക്കറിയാം നാട്ടുകാരുടെ ആശങ്ക അത് തള്ളിക്കളയാനാകുന്നതല്ല. കാരണം ഇന്നലെ പകൽ വെളിച്ചത്തിലാണ് വളരെ ആന വന്ന് ഒരു വീടിൻ്റെ മുന്നിലിട്ട് ഈ അജീഷിനെ കൊലപ്പെടുത്തുകയും ചെയ്തത്. അതിനു മുമ്പ് തന്നെയാണ് നമുക്കറിയാം തണ്ണീർക്കൊമ്പൻ മാനന്തവാടിയിൽ ഇറങ്ങി വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. സ്വാഭാവികമായും നാട്ടുകാർ പ്രതിഷേധമായി എത്തും, അവർ ആശങ്കയിലുമാണ്. എന്നാൽ തന്നെയും ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ ഈ നാട്ടുകാർ ഈ പ്രതിഷേധത്തിന് ഇറങ്ങുമ്പോൾ പോലും നാട്ടുകാർക്കറിയാം ഈ ആനയെ രാത്രിയായി ഇറങ്ങിക്കഴിഞ്ഞാൽ പിടികൂടുന്നതിന് ചില ബുദ്ധിമുട്ടുകളുണ്ട്, പ്രായോഗികമായ ചില പ്രശ്നങ്ങളുണ്ട്. മാത്രമല്ല ആന ഇപ്പോൾ നിലവിൽ അറിയാൻ കഴിയുന്നത് കർണാടക അതിർത്തിയിലുള്ള ഉൾവനത്തിലുമാണ്. ഈ പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇന്ന് ദൗത്യസംഘം ഈ തീരുമാനം ഉപേക്ഷിക്കാൻ മയക്കുവെടി വെക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത് നിലവിൽ നാട്ടുകാരുടെ ആശങ്കയ്ക്കൊപ്പം തന്നെ മറ്റു ചിലരൊക്കെ ഏതെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി തന്നെ ഈ സ്ഥലത്തെത്തി ഇതൊരു വലിയ അലങ്കോലമാക്കുക സംഘർഷത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമം നടത്തുന്നില്ല എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിലടക്കം തന്നെ കാണുമ്പോൾ അങ്ങനെ ഒരു സംശയം ജനിക്കുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ വലിയ തോതിലുള്ള CCF അടക്കമുള്ള ഉദ്യോഗസ്ഥർ അവിടെ ഈ സ്ഥലത്ത് സ്തംഭിച്ചിട്ടുണ്ട്. 2 DFOമാരുടെ നേതൃത്വത്തിലാണ് ഈ പറയുന്ന മയക്കുവെടി വെക്കുവാനും ദൗത്യസംഘത്തെ നിയോഗിക്കുകയും ചെയ്തത്. 2 DFOമാരും CCFമാരും അടക്കം അവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വലിയ തരത്തിലുള്ള ഒരു ക്രമീകരണങ്ങൾ വനംവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തുകയും ചെയ്തു. മാത്രമല്ല അജീഷിന്റെ കുടുംബത്തിന് ഇന്നലെ തന്നെ സർക്കാർ 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. കുടുംബത്തിലെ ഒരാൾക്ക് ജോലി കൊടുക്കുന്ന കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കുകയും ചെയ്തിട്ടുണ്ട്. സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ കഴിയുന്നത് കൃത്യമായ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് ഇന്നത്തെ ഒരു പ്രായോഗികമായ പ്രശ്നം ഇത് കർണാടക ഉൾവനത്തിലേക്ക് കടന്നു എന്നുള്ളതാണ്. ഇത് നാട്ടുകാർക്ക് അറിയുകയും ചെയ്യാം. അതിൽ നാട്ടുകാരിൽ വലിയൊരു വിഭാഗം അത് മനസ്സിലാക്കുകയും ഇത്തരത്തിൽ ഈ വാഹനം തടയുന്ന രീതിയിലേക്ക് പോവുകയും ചെയ്തിട്ടില്ല. പക്ഷേ ഒരു ചെറിയ വിഭാഗം ഈ ബോധപൂർവം പ്രശ്നം ഉണ്ടാക്കാൻ ഉണ്ടോ എന്നൊരു സംശയം ഉയരുന്നുണ്ടോ? ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട സിജു സൂചിപ്പിച്ചത് വളരെ സ്വാഭാവികമായി തോന്നാവുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ ഒരു പ്രതിഷേധം നാട്ടുകാർ കൃത്യമായ രീതിയിൽ വനം വകുപ്പ് ഇത്തരത്തിൽ നിരീക്ഷണം നടത്തുകയും ആനയെ ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ള തീവ്ര ശ്രമങ്ങൾ നടക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിൽ എന്തിനാണ് നാട്ടുകാർ ഇത്തരത്തിലൊരു വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കുന്നത്? അല്ലെങ്കിൽ ഒരു ചെറിയ വിഭാഗം ഇതിൽ രാഷ്ട്രീയപരമായി ഏതെങ്കിലും തരത്തിലുള്ള മുതലെടുപ്പ് നടത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടോ എന്നതടക്കമുള്ള സംശയങ്ങൾ ഉയർന്നു വരുന്നത് വളരെ സ്വാഭാവികമായ കാര്യമാണ്. ഇത് ഒരു വൈകാരിക തലത്തിൽ
തീരുമാനത്തിലേക്ക് ഈ ഒരു ഇതിനെ അല്ലെങ്കിൽ ഈ ഒരു പ്രതിഷേധത്തെ കൊണ്ടെത്തിച്ചുകൊണ്ട് ഒരു മുതലെടുപ്പ് നടത്താനുള്ള ശ്രമങ്ങൾ പല രീതിയിൽ നടക്കുന്നതായും നമുക്ക് സംശയിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ അപ്പോഴും നമ്മൾ കാണേണ്ടതെന്ന് പറയുന്നത് ഇന്നലെ ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടതാണ്. സ്വാഭാവികമായും നാട്ടുകാർക്ക് പ്രതിഷേധം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ആ ഒരു പ്രതിഷേധത്തെ മുതലെടുക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള ശ്രമം നടക്കുന്നുണ്ടെങ്കിൽ അതിനെ കൃത്യമായി തന്നെ ചെറുത്തു തോൽപ്പിക്കേണ്ടത് വളരെ ആവശ്യമായ ഒരു കാര്യം തന്നെയാണ്. ഓപ്പറേഷൻ ബേലൂർ മഖ്ന എന്ന പേരിട്ടുകൊണ്ട് ഈ ഒരു ഓപ്പറേഷനെ വളരെ ദ്രുതഗതിയിൽ തന്നെയാണ് വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ ഇത് കൃത്യമായ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമുക്കറിയുന്നത് പോലെ തന്നെ ഇന്നലെ രാവിലെയോടുകൂടി തന്നെയാണ് വളരെ വേദനിപ്പിച്ചുകൊണ്ട് നമ്മൾ CCTV ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്നുകൊണ്ട് വളരെ ഞെട്ടലോടുകൂടി തന്നെയാണ് കേരളം ആ കാഴ്ച കണ്ടത്. ഇന്നലെ മാനന്തവാടിയിൽ അജീഷിന്റെ ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ട് ഒരു കൊലയാളി ആന കുത്തിമറച്ചിടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. വളരെ വൈകാരികമായി കൊണ്ട് തന്നെയാണ് ഇന്നലെ നാട്ടുകാർ പ്രതിഷേധിച്ചുകൊണ്ടിരുന്നത്. ഈ മണ്ണുണ്ടി കോളനിയിൽ നിന്ന് ലതീഷ് ചേരുന്നുണ്ട്. ലതീഷ്, വലിയ തരത്തിലുള്ളൊരു പ്രതിഷേധം അവിടെ തുടരുന്നുണ്ട് എന്നുള്ളത് അറിയാൻ കഴിയുന്നു. നിലവിൽ വനം വകുപ്പ് കൃത്യമായ നിലപാട് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇന്ന് ഈ നേരത്തെ തന്നെ ആനയുടെ സിഗ്നൽ 2 മണിക്കൂർ 3 മണിക്കൂർ ഇടവേളകളിലാണ് റേഡിയോ കോളർ നിന്നുള്ള സിഗ്നൽ കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്തത്. ഉച്ചയ്ക്ക് ശേഷം ഈ 5 മണിക്ക് ശേഷം പിന്നെ ഇതിൻ്റെ സിഗ്നൽ കിട്ടിയിട്ടുമില്ല. നിലവിൽ ആന കർണാടക അതിർത്തിയിലെ ഉൾവനത്തിലാണെന്നുള്ളത് ദൗത്യസംഘം മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇന്ന് പ്രായോഗികമായ ചില ബുദ്ധിമുട്ടുകളുണ്ട്. രാത്രി ആനയെ മയക്കുവെടി വയ്ക്കാൻ ആനയുടെ സ്വാഭാവിക വന സ്ഥലമായ നാഗർഹോളയിലേക്ക് എത്തുകയാണെങ്കിൽ ഈ ആനയെ വെടിവെക്കേണ്ട സാഹചര്യം ഇല്ലെന്നാണ് നിലവിൽ കർണാടക വനം വകുപ്പ് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ സാഹചര്യം നിലനിൽക്കെ തന്നെയാണ് നാട്ടുകാരിൽ ഭൂരിപക്ഷത്തിനും ഇക്കാര്യം അറിയാൻ കഴിയുന്നതാണ്. സ്വാഭാവികമായും ചില പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്. അത് ആനയെ കണ്ടെത്താൻ ഇന്ന് ഉൾവനത്തിലേക്ക് പോയത് കൊണ്ട് തന്നെ മയക്കുവെടി വെക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. പക്ഷേ നാട്ടുകാരിൽ ഒരു ചെറിയ വിഭാഗം വലിയ തരത്തിലുള്ള പ്രതിഷേധം ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ വാഹനം തടഞ്ഞുകൊണ്ട് അവരെ കയ്യേറ്റം ചെയ്യുന്ന തരത്തിലേക്ക് അടക്കം കാര്യങ്ങൾ പോകുന്നുണ്ട്. ഭൂരിപക്ഷവും ഈ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുന്ന ഒരു ചെറിയ ന്യൂനപക്ഷം ഇത് മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അലങ്കോലപ്പെടുത്താൻ വന്നിരിക്കുകയാണോ എന്നൊരു സംശയം രൂപപ്പെട്ട് വരികയും ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും നാട്ടുകാരുടെ ആശങ്ക അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഒരാളെ കൊലപ്പെടുത്തി, കഴിഞ്ഞ ആഴ്ച മാനന്തവാടിയിൽ തണ്ണീർക്കൊമ്പൻ വന്നു. അങ്ങനെ ആ പ്രദേശമാകെ ഈ കാട്ടാനകളുടെ ഒരു ആക്രമണ ഭീഷണി എപ്പോഴും നിലനിൽക്കുന്നത് കൊണ്ട് നാട്ടുകാർ സ്വാഭാവികമായും ആശങ്കയിലാണ്. പക്ഷേ ഭൂരിപക്ഷത്തിനും എന്താണ് വനം വകുപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും അത് അതിൻ്റെ പ്രായോഗിക പ്രശ്നങ്ങളെക്കുറിച്ച് അറിയുകയും ചെയ്യാം. നിലവിൽ എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? അവിടെ ഈ നാട്ടുകാർ പറയുന്നത് പോലെ DFO സ്ഥലത്തെത്തിയോ? CCFമാർ എത്ര പേരെത്തിയിട്ടുണ്ട്? എന്താണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് പറയുന്നത്? നാട്ടുകാരുടെ ആവശ്യം ഈ പിടികൂടാതെ മയക്കുവെടി വെക്കാതെ ഉദ്യോഗസ്ഥരെ വാഹനം കടത്തി വിടില്ല എന്നാണോ? വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എന്താണ് ഇപ്പോൾ പറയുന്നത് നാട്ടുകാരോട്? പ്രതികരണം നൽകാൻ കഴിയുന്ന തോന്നുന്നത് അത് നൽകാൻ ലഭിക്കുന്നുണ്ട് എങ്കിൽ വനത്തിനുള്ളിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ചില സാങ്കേതിക പ്രശ്നം അനുഭവപ്പെടുന്നത്. അവരുടെ പ്രതികരണം നൽകാൻ കഴിയുമെങ്കിൽ CCF ഓപ്പറേഷൻ ബേലൂർ മഖ്ന ഇന്ന് ദൗത്യം താൽക്കാലികമായി അവസാനിപ്പിച്ചിരിക്കുകയാണ്. ആന കർണാടക അതിർത്തിയിലേക്ക് ഉൾവനത്തിലേക്ക് പോയ സാഹചര്യത്തിലാണ് മയക്കുവെടി വെക്കാനുള്ള തീരുമാനം ഉപേക്ഷിച്ചത്. ഇതിനെ തുടർന്ന് ഈ ദൗത്യം ഇന്നത്തേക്ക് തൽക്കാലം ഉപേക്ഷിച്ച് മടങ്ങിയ വനം വകുപ്പിൻ്റെ ദൗത്യസംഘത്തെ നാട്ടുകാർ മണ്ണുണ്ടി കോളനിയിൽ വെച്ച് തടഞ്ഞു. നാട്ടുകാർ CCF DFO എത്തിയതിനു ശേഷം മാത്രമേ ഈ പ്രതിഷേധം അവസാനിപ്പിക്കുകയുള്ളൂ, മയക്കുവെടി വെക്കാതെ പിന്മാറില്ല, വാഹനം കടത്തിവിടില്ല എന്ന നിലപാടിലാണ് നാട്ടുകാർ ഉറച്ചു നിൽക്കുന്നത്. ഏതായാലും വനം വകുപ്പ് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ക്രമീകരണങ്ങൾ 2 CCFമാർ 2 DFOമാർ അടക്കമുള്ളവർ ഈ ദൗത്യസംഘത്തിനൊപ്പമുണ്ട്. ആനയുടെ ചലനങ്ങൾ, ആനയുടെ മൊത്തം മറ്റു കാര്യങ്ങളെല്ലാം തന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്.